Hi all, welcome to my YouTube channel. Today we are going to discuss the topic calls in advance. Calls in advance section 15. Section 15 calls in advance ne kuriche discuss ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. What is calls in advance? എന്താണ് calls in advance? When a company demands the allotment money or call money, shareholders may pay not only the amount demanded but also the balance amount in respect of which no call has been made. Such an amount received by the company is known as calls in advance. Yes, അവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. when a company demand allotment money or call money. കമ്പനി എന്താണ് ഡിമാൻഡ് ചെയ്തു? നമ്മളൊരു ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോഴത്തേക്ക് അതിന് ആപ്ലിക്കേഷൻ മണി ഉണ്ട്, അലോട്ട്മെന്റ് മണി ഉണ്ട്, ദെൻ ഫസ്റ്റ് കോള്, സെക്കൻഡ് കോള്, അല്ല ഫൈനൽ കോള്, ഇവിടെ ഡിഫറെന്റ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് നമ്മൾ പേയ്മെന്റുകൾ കൊടുക്കാറുള്ളത്. അപ്പം when a company demand a allotment money or call money, കമ്പനി ഡിമാൻഡ് ചെയ്തു അലോട്ട്മെന്റ് മണി അല്ലെ കോൾ മണി, എന്നാൽ ഷെയർ ഹോൾഡേഴ്സ് മേ പേ നോട്ട് ഓൺലി ദ എമൗണ്ട് ഡിമാൻഡഡ് ബട്ട് ഓൾസോ ദ ബാലൻസ് എമൗണ്ട് ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് നോ കോൾ ഹാസ് ബീൻ മെയ്ഡ്. പക്ഷെ ഷെയർ ഹോൾഡർ എന്ത് ചെയ്തു? ഡിമാൻഡ് ചെയ്ത പൈസ മാത്രമല്ല, ഇനി കൊടുക്കാനുള്ള എമൗണ്ട് കൂടെ അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. കമ്പനി ഫസ്റ്റ് കോള് മാത്രമേ വിളിച്ചിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. പക്ഷെ എന്ത് ചെയ്തു? ഈ ഷെയർ ഹോൾഡർ സെക്കൻഡ് കോളും ഫൈനൽ കോളൂടെ ചേർത്ത് എമൗണ്ട് അടച്ചു, അല്ലെങ്കിൽ സെക്കൻഡ് കോളൂടെ ചേർത്ത് ഫസ്റ്റ് കോള് വിളിച്ചപ്പോഴേ അടച്ചു. അപ്പൊ എന്നാൽ ഡിമാൻഡ് ചെയ്യാത്ത എമൗണ്ട് കൂടി ഷെയർ ഹോൾഡർ പേ ചെയ്തു. സച്ച് ആൻ എമൗണ്ട് റിസീവ്ഡ് ബൈ ദ കമ്പനി ഈസ് നോൺ ആസ് കോൾസ് ഇൻ അഡ്വാൻസ്. അങ്ങനെ എന്താണ്, നമ്മൾ വിളിക്കാത്ത, കോള് ചെയ്യാത്ത എമൗണ്ടിന്മേൽ പൈസ കളക്ട് ചെയ്യാൻ സാധിച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് വിളിക്കുന്നത്. കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, when any shareholders pay any amount relating to the calls prior to the due date, it is known as calls in advance. എങ്ങനെ സിമ്പിൾ ആയിട്ട് പറയാം? then calls prior to the due date, കോള് വിളിക്കുന്നതിന് മുമ്പായി അല്ലെങ്കിൽ കോളിന്റെ ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട്, നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഷെയർ ഹോൾഡേഴ്സ് എമൗണ്ട് കൊണ്ടുവന്ന് തരികയാണ് എങ്കിൽ അതിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് വിളിക്കാം കോൾസ് ഇൻ അഡ്വാൻസ്. അപ്പൊ അഡ്വാൻസ് ആണ്, നേരത്തെ തരികയാണ്. Any shareholder pay any amount relating to the calls prior to the due date. Next point, when the amount of calls in advance is received, it is credited to a newly opened account, calls in advance account. അപ്പൊ എന്താണ് എമൗണ്ട് ഓഫ് കോൾസ് ഇൻ അഡ്വാൻസ് റിസീവ്ഡ്? എപ്പോഴാണോ എമൗണ്ട് ഓഫ് കോൾസ് ഇൻ അഡ്വാൻസ് റിസീവ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു ന്യൂലി ഓപ്പൺഡ് അക്കൗണ്ട്. പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തേക്കുക. ഏതാണ് അക്കൗണ്ടിന്റെ പേര്? കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട്. അതിലോട്ട് എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ക്രെഡിറ്റ് ചെയ്യുക. ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു ന്യൂലി ഓപ്പൺഡ് അക്കൗണ്ട്, നെയ്മിലി കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട്. Then next point, it is shown in the balance sheet under the head current liability. ഇത് എവിടെ കാണിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. എന്തുകൊണ്ടാണ്? കോൾസ് ഇൻ അഡ്വാൻസ് ഈസ് എ ലൈബിലിറ്റി ടു ദ കമ്പനി. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലൈബിലിറ്റി ഐറ്റം ആണ്. കോൾസ് ഇൻ അഡ്വാൻസ് ഈസ് എ ലൈബിലിറ്റി ടു ദ കമ്പനി. ദെൻ അതുകൊണ്ട് തന്നെ സോ ഇറ്റ് ഈസ് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് അണ്ടർ ദ ഹെഡ് കറണ്ട് ലൈബിലിറ്റി. യെസ്, അതേപോലെ തന്നെ ഓർത്തിരിക്കേണ്ട കാര്യമാണ്, കോൾസ് ഇൻ അഡ്വാൻസ് ഈസ് ഷോൺ ആസ് എ സെപ്പറേറ്റ് ഐറ്റം ഓൺ ദ ലൈബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് അണ്ടർ ദ ഹെഡ് ഷെയർ ക്യാപിറ്റൽ. ദെൻ ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആഡഡ് ടു ദ എമൗണ്ട് ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഇത് നമുക്ക് കറണ്ട് ലൈബിലിറ്റിയിൽ എന്താണ്, ക്യാപിറ്റലിന്റെ ഭാഗമായിട്ട് കാണിക്കാം. പക്ഷെ എവിടെ കാണിക്കരുത്? ഇറ്റ് ഈസ് നോട്ട് ആഡഡ് ടു ദ എമൗണ്ട് ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. പെയ്ഡ് അപ്പ് ക്യാപിറ്റലിനോടൊപ്പം ആഡ് ചെയ്ത് കാണിക്കാനായിട്ട് പാടില്ല. യെസ്, അപ്പൊ എന്താണ് നോക്കുക, calls in advance is not entitled to any dividend declared by the company as it does not form part of a share capital. ഇത് ഷെയർ ക്യാപിറ്റലിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? ഷെയർ ക്യാപിറ്റലിന്റെ ഭാഗമായിട്ട് കാണിച്ചാൽ അതിന്മേൽ ഡിവിഡൻഡ് കൊടുക്കേണ്ടി വരും. അപ്പൊ കോൾസ് ഇൻ അഡ്വാൻസ് ഈസ് നോട്ട് എൻടൈറ്റിൽഡ് ടു എനി ഡിവിഡൻഡ്. ഒരു ഡിവിഡൻഡും കൊടുക്കേണ്ട കാര്യമില്ല. ദെൻ ഡിക്ലെയർഡ് ബൈ ദ കമ്പനി. കമ്പനി ഡിക്ലെയർ ചെയ്യുമ്പോൾ ഒരു ഡിവിഡൻഡും കൊടുക്കണ്ട. ആസ് ഇറ്റ് ഡസ് നോട്ട് ഫോം പാർട്ട് ഓഫ് എ ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലിന്റെ ഭാഗമേ അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്കത് കൊടുക്കേണ്ട കാര്യമില്ല. Then the company has adopted table F of a Companies Act 2013. Companies Act 2013 അടുത്ത പ്രൊവിഷൻ പറയുന്നു, it is required to pay any interest not exceeding 12% per annum. അപ്പൊ കമ്പനീസ് ആക്ട് പറഞ്ഞതാണ്, ഇറ്റ് ഈസ് റിക്വയർഡ് ടു പേ ഇൻട്രസ്റ്റ് പേ ചെയ്യണം. കോൾസ് ഇൻ അഡ്വാൻസ് കിട്ടിയ എമൗണ്ടിന്മേൽ ഇൻട്രസ്റ്റ് പേ ചെയ്യണം. നോട്ട് എക്സീഡിങ് 12% per annum. നോട്ട് എക്സീഡിങ് 12%, 12% കൂടാൻ പാടില്ല. അതിൽ താഴെയുള്ള ഒരു എമൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ്? ഇൻട്രസ്റ്റ് നോട്ട് എക്സീഡിങ് 12% per annum ഈസ് പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. ആർക്കാ? ഷെയർ ഹോൾഡേഴ്സിന്.
ഫോർ ദ പീരീഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് കോൾസ് ഇൻ അഡ്വാൻസ് എമൗണ്ട് അപ് ടു ദ ഡേറ്റ് വെൻ ദ കോൾ ഈസ് ഡ്യൂ ഫോർ ദ പേയ്മെന്റ്. അതായത് ക്യാഷ് കിട്ടിയ അന്നു മുതൽ എന്നാണോ ആക്ച്വലി ആ എമൗണ്ട് ഡ്യൂ ആകുന്നത്, ആ ഡ്യൂ ആകുന്ന ഡേറ്റ് വരെയുള്ള, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് കോള് നമുക്ക് കോൾ ചെയ്തു, ഫസ്റ്റ് കോൾ ചെയ്തപ്പോഴത്തേക്ക് മാർച്ചിലാണ് കോൾ ചെയ്തപ്പം അടുത്ത നമ്മൾ കോൾ ചെയ്യുന്ന സെക്കൻഡ് കോൾ എന്ന് പറയുന്നത് ജൂണിലാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ജൂണിലാണ് എന്ന് വിചാരിക്കുക. പക്ഷെ ഫസ്റ്റ് കോൾ ചെയ്തപ്പോൾ തന്നെ സെക്കൻഡ് കോളിന്റെ എമൗണ്ട് കൂടെ ചേർത്താണ് ഷെയർ ഹോൾഡർ പൈസ തന്നത്. അപ്പൊ എന്താണ് സെക്കൻഡ് കോൾ എന്നാണ് ഡ്യൂ ആകുന്നത് അന്ന് വരെയുള്ള ഇൻട്രസ്റ്റ് കൂടെ ചേർത്ത് വേണം കൊടുക്കാനായിട്ട്. യെസ്, ഇനി നമുക്ക് അതിന്റെ ജേർണൽ എൻട്രിയിലോട്ട് പോകാം. This amount is credited to the calls in advance account by passing following journal entry. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്, ഈ എമൗണ്ട് നമുക്ക് ക്രെഡിറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? ഫോർ ദ റെസിപ്റ്റ് ഓഫ് കോൾസ് ഇൻ അഡ്വാൻസ്. കോൾസ് ഇൻ അഡ്വാൻസ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് കോൾസ് ഇൻ അഡ്വാൻസ് റിസീവ്ഡ്. ക്യാഷ് കിട്ടുന്ന സമയത്ത് എന്താണ് ജേർണൽ എൻട്രി? ക്യാഷ് കിട്ടുവാണ്. ക്യാഷ് കിട്ടുമ്പോൾ എപ്പോഴും എന്താണ്, ബാങ്കിലോട്ടാണ് പൈസ വരുന്നത്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കോൾസ് ഇൻ അഡ്വാൻസ്. എന്തിന്റെ രൂപത്തിലാണ് നമുക്ക് ബാങ്കിലോട്ട് പൈസ വന്നത്? കോൾസ് ഇൻ അഡ്വാൻസിന്റെ രൂപത്തിലാണ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കോൾസ് ഇൻ അഡ്വാൻസ്. യെസ്, വിത്ത് ദ എമൗണ്ട് ഓഫ് കോൾസ് ഇൻ അഡ്വാൻസ് റിസീവ്ഡ്. നമ്മുടെ കോൾസ് ഇൻ അഡ്വാൻസിന്റെ എമൗണ്ട് നമുക്ക് കിട്ടി. അങ്ങനെ അഡ്വാൻസ് ആയിട്ടുള്ള കിട്ടിയ പൈസ ബാങ്കിനകത്ത് വെച്ചു. ഇനി എന്താണ്, ഇതിനൊരു ഡ്യൂ ഡേറ്റ് ഉണ്ട്. ഡ്യൂ ഡേറ്റ് ആകുമ്പോൾ നമുക്ക് എന്താണ്, ഈ പൈസ അഡ്ജസ്റ്റ് ചെയ്യണം. രണ്ടാമത്തെ ജേർണൽ എൻട്രിയിലോട്ട് പോയി. ഫോർ ദ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് കോൾസ് ഇൻ അഡ്വാൻസ്. അതായത് എമൗണ്ട് ഡ്യൂ ആകുന്ന അന്ന് നമ്മൾ ഈ ബാങ്കിൽ വെച്ചിരിക്കുന്ന അഡ്വാൻസ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ഫിനാൻസ് നമ്മുടെ അക്കൗണ്ടുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ജേർണൽ എൻട്രി എന്താണ്? കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെറ്റർ ടു റിലവന്റ് കോൾ. ഫസ്റ്റ് ജേർണൽ എൻട്രിക്കകത്ത് കോൾസ് ഇൻ അഡ്വാൻസിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു, അതിനെ നമ്മൾ ഇവിടെ ഡെബിറ്റ് ചെയ്തു. കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെറ്റർ ടു, ആ പൈസ എടുത്ത് എങ്ങോട്ടാ കൊടുത്തേ? റിലവന്റ് കോൾ. അഡ്വാൻസ് ആയിട്ട് തന്നത് സെക്കൻഡ് കോളിന്റെ പൈസയാണെങ്കിൽ അതിലോട്ട് അഡ്ജസ്റ്റ് ചെയ്തു, തേർഡ് കോൾ ആണെങ്കിൽ അതിലോട്ടല്ല, ഫൈനൽ കോൾ ആണെങ്കിൽ അതിലോട്ട്. അപ്പൊ നോക്കുക എൻട്രി, കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെറ്റർ ടു റിലവന്റ് കോൾ അക്കൗണ്ട്. ദ കോൾ എമൗണ്ട് ഡ്യൂ. ഫസ്റ്റ് വൺ ഈസ് ദ എമൗണ്ട് ഓഫ് കോൾസ് ഇൻ അഡ്വാൻസ് റിസീവ്ഡ്. സെക്കൻഡ് വൺ ഈസ് എമൗണ്ട് ഓഫ് കോള് അഡ്ജസ്റ്റഡ്, ഓർ എന്താണ്, ദ കോൾ എമൗണ്ട് ഡ്യൂ. ദെൻ നെക്സ്റ്റ് വൺ, ഫോർ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ്. നമ്മൾ തൊട്ട് മുന്നേ എന്താണ്, നമ്മൾ അതിന്റെ ഫീച്ചർ പറഞ്ഞതിനകത്ത് പറഞ്ഞായിരുന്നു. എന്താ പറഞ്ഞത്? പ്രൊവിഷൻ ഉണ്ട്. ഇൻട്രസ്റ്റ് പേ ഇൻട്രസ്റ്റ് നോട്ട് എക്സീഡിങ് 12% പെർ ആനം. 12% കൂടാത്ത ഒരു എമൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കണമെന്ന്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. ദ കമ്പനീസ് ആക്ട് 2013 പറഞ്ഞിരിക്കുന്നു, ഇറ്റ് ഈസ് റിക്വയർഡ് ടു പേ ഇൻട്രസ്റ്റ് നോട്ട് എക്സീഡിങ് 12% പെർ ആനം. നേരത്തെ 6% ആയിരുന്നു, ഇപ്പൊ 12% ആക്കിയിട്ടുണ്ട് കമ്പനീസ് ആക്ട് 2013 പ്രകാരം. ഇപ്പൊ ജേർണൽ എൻട്രി എന്താണ്? Journal entry is interest on calls in advance account debtor to sundry shareholders. എങ്ങനെയാണ്? ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അക്കൗണ്ട് ഡെറ്റർ ടു സൺട്രി ഷെയർ ഹോൾഡേഴ്സ്. യെസ്, അടുത്ത നെക്സ്റ്റ് വൺ, ഫോർ ദ പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ്. അത് ഡ്യൂ ആയതാണ് നമ്മൾ മൂന്നാമത്തേനകത്ത് കാണിച്ചത്. ഇനി ആ എമൗണ്ട് എന്താണ്, പേ ചെയ്യുന്നതായിട്ട് കാണിക്കണം. ഡ്യൂ ആയപ്പോൾ എൻട്രി ആണ് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഡ്യൂ ആണ്, ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെറ്റർ ടു സൺട്രി ഷെയർ ഹോൾഡേഴ്സ്. ഇനി എന്താണ്, ഫോർ ദ പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ്. ജേർണൽ എൻട്രി, സൺട്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ബാങ്കിൽ നിന്ന് പൈസ പോയതുകൊണ്ട് ബാങ്കിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. സൺട്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. അപ്പം ആക്ച്വൽ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. ദെൻ നെക്സ്റ്റ് വൺ, ലാസ്റ്റ് ട്രാൻസാക്ഷൻ, ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ കോൾ ഇൻ അഡ്വാൻസ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. കോൾസ് ഇൻ അഡ്വാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻട്രസ്റ്റ് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ദെൻ ജേർണൽ എൻട്രി, ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ്. എങ്ങനെയാണ്? ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ്. അപ്പം ഇത്രയുമാണ് വളരെ സിമ്പിൾ ആയിട്ട് കോൾസ് ഇൻ അഡ്വാൻസിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ആദ്യം നമ്മൾ എന്തറിയണം? കോൾസ് ഇൻ അഡ്വാൻസ് എന്താണെന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പൊ കോൾസ് ഇൻ അഡ്വാൻസിനെ കുറിച്ച് ഒന്നുകൂടെ ഒന്ന് മൈൻഡിലോട്ട് കൊണ്ടുവരിക. കോൾസ് ഇൻ അഡ്വാൻസിനെ കുറിച്ച് മൈൻഡിലോട്ട് കൊണ്ടുവരുമ്പോൾ ഫസ്റ്റ് വരേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് യു മീൻ ബൈ കോൾസ് ഇൻ അഡ്വാൻസ്? എന്താണ് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് അറിഞ്ഞിരിക്കണം. എനി ഷെയർ ഹോൾഡർ പേ എനി എമൗണ്ട് റിലേറ്റിംഗ് ടു ദ കോൾസ് പ്രയർ ടു ദ ഡ്യൂ ഡേറ്റ്, ഇറ്റ് ഈസ് നോൺ ആസ് കോൾസ് ഇൻ അഡ്വാൻസ്. അപ്പം ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് ഏതെങ്കിലും ഷെയർ ഹോൾഡേഴ്സ് എമൗണ്ട് നമുക്ക് അഡ്വാൻസ് ആയിട്ട് തന്നാൽ അതിനെ നമ്മൾ വിളിച്ച പേരാണ് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് വിളിച്ചത്. എനി ഷെയർ ഹോൾഡർ പേ എനി എമൗണ്ട് റിലേറ്റിംഗ് ടു കോൾസ് പ്രയർ ടു ദ ഡ്യൂ ഡേറ്റ്,
യെസ്, വളരെ സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കുക. പിന്നെ ജേണൽ എൻട്രിയിലോട്ട് വരുമ്പോഴത്തേക്ക് മെയിൻ ആയിട്ടും 5 ജേണൽ എൻട്രീസ് ആണ് നമുക്ക് ഓർത്തിരിക്കാനുള്ളത്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് കോൾസ് ഇൻ അഡ്വാൻസ് റിസീവ്ഡ്. എമൗണ്ട് ഓഫ് കോൾസ് ഇൻ അഡ്വാൻസ് റിസീവ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എന്താണ്? ബാങ്കിലോട്ട് പൈസ വന്നു. ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു കോൾസ് ഇൻ അഡ്വാൻസ്. യെസ്, ഫസ്റ്റ് കാര്യം കഴിഞ്ഞു. ഇനി എന്താണ് സെക്കൻഡ് വൺ പറയുന്നു, ദ ആക്ച്വൽ കോൾ എമൗണ്ട് ഡ്യൂ. ആക്ച്വൽ എമൗണ്ട് ഡ്യൂ ആകുന്ന ഡേറ്റ് വരുമ്പം ട്രാൻസാക്ഷൻ, അതായത് ഈ എമൗണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്വാൻസ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ഫിനാൻസ് അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലെ ക്യാഷ് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ ജേണൽ എൻട്രി എഴുതി കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെറ്റഡ് ടു റിലവന്റ് കോൾ. ഏത് കോളാണോ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. മൂന്നാമത് നമ്മൾ പഠിച്ചതാണ് ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇൻട്രസ്റ്റ് കൊടുക്കണമെന്ന് നമുക്ക് അറിയാം. എങ്ങനെയാണ്? ഇൻട്രസ്റ്റ് നോട്ട് എക്സീഡിംഗ് 12% പെർ ആനം. ഇറ്റ് ഈസ് പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ഫോർ ദ പീരീഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് കോൾ ഇൻ അഡ്വാൻസ് എമൗണ്ട് അപ് ടു ദ ഡേറ്റ് വെൻ ഇറ്റ് ഈസ് കോൾ ഈസ് ഡ്യൂ ഫോർ ദ പേയ്മെന്റ്. അപ്പൊ ആ പീരീഡിന് ഇടയ്ക്ക് അഡ്വാൻസ് കിട്ടിയ അന്ന് മുതൽ ആക്ച്വലി ഡ്യൂ ആകുന്ന ഡേറ്റ് വരെയുള്ള ഇൻട്രസ്റ്റ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. അപ്പം ഇൻട്രസ്റ്റുമായിട്ടുള്ള ബന്ധപ്പെട്ട ഫസ്റ്റ് ട്രാൻസാക്ഷൻ അല്ല വരുന്നത് എന്താണ്? ഫോർ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ്. ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് ഡ്യൂ ആയപ്പോൾ എൻട്രി എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അക്കൗണ്ട് ഡെറ്റഡ് ടു സൺട്രി ഷെയർ ഹോൾഡേഴ്സ്. ദെൻ അതിനുശേഷം അത് ആക്ച്വലി എന്താണ്? പേയ്മെന്റ് നടത്തിയപ്പോൾ എന്താണ്? പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് വന്നു. അപ്പൊ ജേണൽ എൻട്രി എങ്ങനെയാണ്? സൺട്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്കിൽ നിന്ന് പൈസ പോയി. ദ ലാസ്റ്റ് വൺ എന്താണ്? ദ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ്. ഇതാണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കോൾസ് ഇൻ അഡ്വാൻസിനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ള. എന്താണ് കോൾസ് ഇൻ അഡ്വാൻസ്, അതിന്റെ മെയിൻ ആയിട്ടുള്ള ജേണൽ എൻട്രീസ് ഏതൊക്കെയാണ്? ഈ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ കൂടുതൽ പ്രോബ്ലം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടോപ്പിക്കുകൾ നമുക്ക് വരും വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.